ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഇഞ്ചി ചമ്മന്തി. ഒരു ജാർ അങ്ങോട്ട് എടുക്കുക. ഒരു 10-12 കൊച്ചുള്ളി ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവിന് ഞാൻ ഒരു 10 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ആ പച്ചമുളകും കൂടെ ജാറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. ഇതേപോലെ 1-2 കഷ്ണം ഇഞ്ചി അങ്ങോട്ട് എടുക്കുക. ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇച്ചിരി ഇഞ്ചി കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയുടെ ആവശ്യമുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില അതും കൂടെ ഉരിൻ്റെ ഇടും. ഈ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഞാനൊന്ന് തുറക്കാം. ഒരു ബൗളിലോട്ട് മാറ്റാം. പുളിക്ക് പകരമായിട്ട് അല്പം പുളിയുള്ള തൈരാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത്. ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച തൈര് അങ്ങോട്ട് എടുക്കുക. അല്ല, കട്ട തൈര്. ഇപ്പോൾ തൈര് അല്പം കൂടെ വേണമെങ്കിൽ ചേർക്കാമെന്നാണ്. അപ്പോൾ ഈ തൈര് കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി എണ്ണയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു രുചികരമായ ഒരു ചമ്മന്തിയാണ് ചെയ്ത് നോക്കുക.